നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സുവിശേഷ ഗീതം ആലപിക്കണം. Hallelujah.
മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 മുതൽ വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴി കിടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേരുചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. ആടുകൾ അവരെ ശ്രമിക്കുകയില്ല. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ ജോലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ കടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് ജോലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊട്ടപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രമിക്കും. അങ്ങനെ ഒരിടയനും ഒരാട്ടിൻ പറ്റവുമാകും. ഏറ്റവും പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ ഫ്രാൻസിസ് കൊടിയനിച്ച ദിവ്യാത്മ സഭയുടെ ജനറൽ കൗൺസിലായിരിക്കുന്ന പ്രിയപ്പെട്ട ജോസ് തുണ്ടത്തിലച്ച, ഇടവകയുടെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ച, ഇവിടെ സെനറ്ററായിരിക്കുന്ന ദിവ്യാത്മ സഭയുടെയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെയും ഒപ്പം മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് പൗരോഹിത്യ സ്വീകരണത്തിനായി എല്ലാ രീതിയിലും ഒരുങ്ങി ഈ മർമ്മഹയുടെ മുൻപിൽ നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ചെറിയാൻ ശർമാച്ച, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മതക്കാരന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുമകളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുട്ട സെന്റ് ജോർജ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ അവസരമായിരുന്നു നമുക്കറിയാം. ദൈവങ്ങളാൽ സമ്പന്നമായ ഇടവക, ആ പാരമ്പര്യത്തിലേക്ക് ഒരാൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുകയും ഈ ഇടവകയുടെ ഒരു മകൻ, ചിരമ്പേരി കുടുംബത്തിൻ്റെ മകൻ, ഇന്ന് ഈ തിരുക്കർമ്മങ്ങളുടെ മധ്യേ ദിവ്യകാരുണ്യ മിഷണറി സഭ അംഗമെന്ന നിലയിലും അതിലുപരി തിരുസഭയ്ക്ക് മുഴുവനായി ഈശോ മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയ്ക്കായിട്ട് തന്നെ സമർപ്പിക്കുകയാണ്. ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകിച്ച് അദ്ദേഹത്തെ സഭാ ശുശ്രൂഷയ്ക്കായിട്ട് ഈശോ മിശിഹായുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് നിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മകനോടൊത്ത്, അദ്ദേഹത്തിൻ്റെ മകർദന്മാരോടൊത്ത് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ആത്മാവിൻ്റെ കൃപയാൽ ഈ മകനെ നിറയ്ക്കണമേ എന്ന്, ഈശോ മിശിഹായുടെ ജീവിക്കുന്ന പ്രതിരൂപമായി അദ്ദേഹത്തെ മാറ്റണമേ എന്ന് ഉൾപ്പെടുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ സമാജത്തിനെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെയും അഭിനന്ദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് ഒരുക്കി ഇന്ന് ഈ പരിമിതിയിലേക്ക് അനയിച്ച ദിവ്യകാരുണ്യ മിഷൻ സഭാംഗങ്ങളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഒപ്പം നിങ്ങൾ എല്ലാവരും, ഈ ഇടവക ജനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലും മറ്റെല്ലാ രീതിയിലും മാതൃകയായിരുന്ന നിങ്ങളും അദ്ദേഹത്തെ പഠിപ്പിച്ചവരും പരിശീലിപ്പിച്ചവരുമായ ഓരോരുത്തരും
മുൻപുണ്ടായിരുന്ന വികാരച്ചന്മാർ ശുശ്രൂഷ ചെയ്ത് ഓരോരുത്തരും അഭിനന്ദനം അർപ്പിക്കുന്നു. അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയും ഈ ബലിവേദിയിൽ നമ്മളിപ്പോൾ ഈ വർഷം പരിശുദ്ധന്റെ ആഹ്വാനം അനുസരിച്ച് വിശ്വാസ വർഷമായിട്ട് ആചരിക്കുകയും അതിനൊരു കാരണമുണ്ട് എന്ന് നമുക്കറിയാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരണം സഭയിൽ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായിരുന്ന ദൈവം തന്നെ ഒരുക്കിയ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനമായിരുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സുവർണ ജൂബിലി വർഷമായിരുന്നുള്ളതാണ്. സഭയെ നവീകരിക്കുവാൻ, ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾക്കനുസരിച്ച് സഭയെ ജീവസുദ്ധമാക്കുവാൻ, ഒരുക്കുവാൻ, സഭയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും പഠിച്ചുകൊണ്ട് വളരെ ആധികാരികമായിട്ടുള്ള പ്രബോധനങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. 16 പ്രമാണരേഖകളിൽ അടങ്ങുന്ന ആ പ്രബോധനം ഒരുപക്ഷെ നമ്മളിൽ പലരും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പഠിക്കണം എന്നാണ് പരിശുദ്ധപിതാവ് ഈ വിശ്വാസ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് അറിയണം, ബോധ്യപ്പെടണം. ആ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം, ജീവിത സാക്ഷ്യത്തിലൂടെ അതിന് സാക്ഷ്യം നൽകണം എന്ന് പരിശുദ്ധപിതാവ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ആഗ്രഹിക്കുക. സഭയുടെ എല്ലാ തലങ്ങളെയും നവീകരിക്കാനായിട്ടുള്ള ശ്രമത്തിൽ തീർച്ചയായിട്ടും പൗരോഹിത്യ ജീവിതത്തെയും നവീകരിക്കാൻ, ഊർജ്ജസ്വലമാക്കുവാൻ, അത് ഈ കാലത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ശക്തിയും വോജസ്സുമൊക്കെ ദൈവാരൂപിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് വലിയ ജീവിതത്തെയും വളരെ വിശദമായ പഠനത്തിന് വത്തിക്കാൻ കൗൺസിൽ വിധേയമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിലും പൗരോഹിത്യ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന മറ്റു 3 പ്രമാണരേഖകളിലും വളരെ കാര്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാ പാരമ്പര്യത്തിലും ഊന്നി നിന്നുകൊണ്ട് വൈദിക ജീവിതം എന്താണെന്ന് അതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അത് എപ്രകാരമുള്ളതായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ സുന്നതത്തിന് ശേഷം ഒരുപക്ഷെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിച്ചത് പിന്നീട് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് തന്നെ നടന്ന 1991 92 നടന്ന സിനഡ്, മെത്രാന്മാരുടെ സിനഡ്, റോമിൽ വെച്ച് നടന്ന സിനഡ്. ആ സിനഡിന്റെ പരിചിന്തനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1992 പാസ്റ്റോറസ് ദാവോ ഓബീസ് എന്ന് പറയുന്ന, ഞാൻ നിങ്ങൾക്ക് ഇടയന്മാരെ നൽകും എന്ന് പറയുന്ന തിരുവഴുത്തിലൂടെ സിനഡിന്റെ പഠനങ്ങൾ സാർവത്രിക സഭയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. വത്തിക്കാൻ കൗൺസിലിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ സിനഡും ആ സിനഡിന്റെ പഠനങ്ങൾ സംഗ്രഹിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഇടയന്മാരെ തരുമെന്നുള്ള പരിശുദ്ധപിതാവിന്റെ തിരുവഴുത്തും പൗരോഹിത്യം, അല്ലെ പ്രത്യേകിച്ച് ശുശ്രൂഷ പൗരോഹിത്യം എന്ത് എന്നതിനെ കുറിച്ച് വ്യക്തമായുള്ള അറിവ് പഠനം നമുക്ക് നൽകുന്നു. കൗൺസിലിനെ പോലെ തന്നെ ഈ സിനഡും അതിന്റെ പഠനത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, ക്രിസ്തീയ പൗരോഹിത്യം അത് ഈശോ മിശിഹായിൽ കേന്ദ്രീകൃതമാണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരലാണത്. ഈശോ മിശിഹായുടെ രക്ഷാകര പ്രവൃത്തിയിൽ പങ്കുചേരാൻ, അവിടുത്തെ ശുശ്രൂഷ ദൗത്യം തുടരാൻ, അവിടുത്തെ മിഷൻ, അവിടുത്തെ ദൗത്യം, രക്ഷയുടെ ദൗത്യം തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരലാണ്. അപ്പൊ അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പക്ഷെ അതിനൊപ്പം തന്നെ അടിവരയിട്ട് പറയുന്നു അത് സഭാകേന്ദ്രീകൃതവുമാണ്. തിരുസഭയിൽ ഒരു വ്യക്തി വൈദികനായിട്ട്, പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് തിരുസഭയ്ക്ക് വേണ്ടിയുമാണ്. സഭയിൽ നിന്ന് മാറി അതിനെ കാണാനായിട്ടോ ചിന്തിക്കാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ സാധ്യമല്ല. ഒരുവൻ തിരുസഭയാകുന്ന ആ രാജകീയ പുരോഹിത ജനത്തിന്റെ ഭാഗം നമ്മൾ ഓരോരുത്തരും മാമോദീസായിലൂടെ നമ്മളെല്ലാം ഈശ്വരസിഹായുടെ ശരീരത്തിലേക്ക് കൊടുത്തേണ്ടപ്പെട്ടു. അതിലൂടെ നമ്മളെല്ലാവരും ഈശ്വരസിഹായുടെ രാജകീയ പൗരോഹിത്യത്തിന് പങ്കുചേരുകയും പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ മാമോദീസ സ്വീകരിച്ച ദൈവജനം മുഴുവനും ഒരു രാജകീയ പുരോഹിത ജനവും ഈശ്വരസിഹായുടെ വിശുദ്ധ ഭവനവുമായിട്ട് പണിയിട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവാത്മാവില്. അപ്പൊ ഈ രാജകീയ പൗരോഹിത്യ സ്വീകരിച്ചിരിക്കുന്ന പുരോഹിത ജനത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് ഈശ്വരസിഹായുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ദൈവജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനുമുള്ള ഈശ്വരസിഹായുടെ ദൗത്യത്തിൽ പങ്കുചേരുകയാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ ഒരു വ്യക്തി ചെയ്യുക.
അപ്പോൾ തിരുസഭയിൽ അടിസ്ഥാന അർത്ഥശങ്കയ്ക്കുള്ളത് ഇടമില്ലാതെ രണ്ടാം വത്തിക്കാൻ കൗൺസിലും ഒപ്പം പിന്നീട് റോമിൽ നടന്ന സിനഡ് അല്ലെങ്കിൽ ആ സിനഡിന്റെ പരിചിന്തനം പരിശുദ്ധനാവ് പാസ്തോരസ്താവ് ഓബിയസ് എന്നുള്ള ആ ലേഖനത്തിലൂടെ നൽകുമ്പോൾ അടിപൊളിയായിട്ട് പറയുന്ന കാര്യമില്ല. തിരുസഭയിലാണ് ഒരു വ്യക്തി തിരുസഭയ്ക്ക് വേണ്ടി സഭ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കുന്നത്. ആ ശുശ്രൂഷ പൗരോഹിത്യം ഈശോമിശിഹായുടെ ദൗത്യത്തിൽ തന്നെയുള്ള പങ്കുചേരല, പൗരോഹിത്യത്തിൽ തന്നെയുള്ള സവിശേഷമായ പങ്കുചേരല. കർത്താവിന്റെ ത്രിവിധാധികാരത്തില് പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കാനും നയിക്കുവാനുമുള്ള അധികാരത്തില് ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ ഒരാൾ പങ്കാളിയാകുന്നത്. വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ വചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ കൂതാശകളെ പരിഗണന ചെയ്തുകൊണ്ട് സഭാഗാത്രത്തെ പടുത്തുയർത്തുവാൻ, തിരുസഭയെ പടുത്തുയർത്തുവാൻ, അത് ഒരു സ്നേഹ കൂട്ടായ്മയാക്കി ഈശോമിശിഹായുടെ രക്തങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടായ്മയാക്കി ഇതിനെ വളർത്തിക്കൊണ്ടുപോകാൻ, സാഹോദര്യത്തിന്റെ കൂട്ടായ്മയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള ശുശ്രൂഷയാണ് ഒരു പുരോഗതിയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ ശുശ്രൂഷ കാര്യക്ഷമമായി നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ ഓരോ പുരോഹിതനും യേശു കേന്ദ്രീകൃതമായ, ഈശോ മിശിഹായിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കണം. കർത്താവിനോട് ചേർന്നിരിക്കുന്ന, കർത്താവിന്റെ ഹൃദയം സ്വന്തമാക്കുന്ന, ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചതുപോലെ നല്ല ഇടയന്റെ ഭാവം സ്വന്തമാക്കുന്ന വ്യക്തികളായ രൂപാന്തരപ്പെടണം. ഈശോ മിശിഹായുടെ ലഭിക്കുന്ന സാന്നിധ്യമായിട്ട് തിരുസഭയിൽ ഈ ലോകത്തിൽ മാറാൻ വേണ്ടി ഓരോ വ്യക്തി വിളിച്ച് മാറ്റി നിർത്തി ആവശ്യം ചെയ്യുക. ഞാൻ നല്ല ഇടയന്മാരെ നൽകും എന്നുള്ള എഴുത്തില് അടിപൊളിയിൽ പറയുന്നു. ഈശോ മിശിഹാ തിരുസഭയുടെ ശിരസും ഇടയനുമാണ്. ഈശോ മിശിഹാ തിരുസഭയുടെ ശിരസാണ്, ഒപ്പം ഇടയനുമാണ്. തിരുസഭ ഈശോ മിശിഹായുടെ ശരീരവും. അപ്പോ തിരുസഭയാകുന്ന ഈശോ മിശിഹായുടെ ശരീരത്തില് ശിരസിന്റെയും ഇടയന്റെയും സ്ഥാനത്ത് നിൽക്കാൻ, നല്ല ഇടയനായ ഈശോയുടെ ഹൃദയ ഭാവം സ്വന്തമാക്കാൻ, വീണ്ടും തിരുവഴുത്തിന്റെ 17-ാം മണ്ഡലത്തിൽ അടിമയായിട്ട് പറയുന്നത് പോലെ കർത്താവിന്റെ രക്ഷാകരണ ദൗത്യം, അവിടുത്തെ വിശുദ്ധീകരണ ദൗത്യം, ഒപ്പം അവിടുത്തെ അജപാലനപരമായ സ്നേഹം, തന്റെ ജനത്തോടുള്ള സ്വയം നൽകുന്ന, തന്റെ ജീവനും ശരീരവും രക്തവും തന്നെ നൽകുന്ന ഈശോ മിശിഹായുടെ സ്നേഹം, ആ സ്നേഹം സ്വന്തമാക്കാനാണ്. ആ ഹൃദയഭാവത്തോടെ ദൈവജനത്തെ കരുതാനും സ്നേഹിക്കാൻ സ്വീകരിക്കാനും ഓരോ പുരോഹിതനും അഭിഷേകിച്ച് മാറ്റി നിർത്തപ്പെടുന്നു. ഒപ്പം ഈ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ സഭയോട് അഭ്യർത്ഥമായി ബന്ധപ്പെട്ടുണ്ട്. തിരുസഭയില്ല ദിവസത്തിന്റെ പഠനം, വൈദ്യുതി പഠനം 3-ാം ഘട്ടത്തിൽ പറയും, ഓരോ പുരോഹിതനും അവൻ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ സഭയിൽ പ്രത്യേകമായിട്ട് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തപ്പെടുകയും, പക്ഷെ അവൻ സഭയ്ക്ക് പുറത്തോ സഭയ്ക്ക് അധികമായിട്ട് തീരുകയാണ്. സഭയ്ക്ക് വേണ്ടി സഭയ്ക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ നിർവഹണത്തിനായിട്ട് അഭിഷേകിച്ച് മാറ്റി നിർത്തപ്പെടുകയും. ജോൺ പോൾ മാർപ്പാപ്പ പറയും, ഈ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ അത് പൗരോഹിത്യ കൂട്ടായ്മയില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ പൗരോഹിത്യ ശ്രീകരണത്തിന്റെ അവസാനം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പുരോഹിതരും നവ വൈദികനെ സമീപിച്ച് ആശ്ലേഷിച്ച് തങ്ങളുടെ വൈദിക കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന മനോഹരമായ കർമ്മമുണ്ട്. ഓരോ പുരോഹിതനും ഈ അഭിഷേകത്തിലൂടെ പുരോഹിത കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ സന്യാസ വൈദ്യരാണെങ്കിലും രൂപത വൈദ്യരാണെങ്കിലും രൂപത അധ്യക്ഷനോടുള്ള കൂട്ടായ്മയിലും കൂട്ടിച്ചേർക്കപ്പെടുകയും, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇടയന്മാരെ നൽകുന്നവരെ വീണ്ടും പറയുന്നു, ഒരു മനുഷ്യനും ഒരു പുരോഹിതനും സ്വന്തം അനുസരിച്ചോ അല്ലെങ്കിൽ തനിച്ചോ ഈ ശുശ്രൂഷ നിർവഹിക്കാനായിട്ടാവില്ല. ഒരു പുരോഹിതനും തനിച്ച് ഏകമാക്കുന്നതിനുള്ള ഒരു അസ്തിത്വവുമില്ല. സഭയിലാവില്ല അസ്തിത്വം. സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന്, വൈദിക കൂട്ടായ്മയോട് ചേർന്ന്, അദ്ദേഹത്തിന്റെ മേലധ്യക്ഷനോട് ചേർന്ന് മാത്രമേ ഈ ശുശ്രൂഷ ഫലപ്രദമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിർവഹിക്കാനായിട്ട് സാധിക്കൂ. പ്രിയ സഹോദരങ്ങളെ,